നമ്മളൊരു ഷെയർ വാങ്ങി, 100-ന് ഷെയർ വാങ്ങി, അത് 95 ആയി. അത് നമ്മൾ അപ്പോൾ തന്നെ വെക്കുന്നതിനാണ് വിറ്റു. അപ്പോൾ 5 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. പക്ഷേ ആ ഷെയർ നിങ്ങൾ മാസങ്ങളോ ദിവസങ്ങളോ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ട്രേഡിംഗ് ഡേയിൽ തന്നെ നമുക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക. ഇതാണ് ഇൻട്രാഡേ എന്ന് പറയുന്നത്. പക്ഷേ ഇൻട്രാഡേ ട്രേഡിംഗ് എന്താണ്, എങ്ങനെയാണ് ഇതാണ് വർക്ക് ചെയ്യുന്നത്, ഇൻവെസ്റ്റിംഗ് എന്താണ് ഡിഫറൻസ്, ഇൻട്രാഡേ ട്രേഡിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതുപോലെ തന്നെ ബിഗിനറായ ഒരാൾക്ക് ഇൻട്രാഡേ ട്രേഡിംഗ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ്, ഇതെല്ലാമാണ് ഇന്നത് വളരെ സിമ്പിളായി നോക്കാം. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇൻട്രാഡേ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ലോങ് ടേം ഇൻവെസ്റ്റിനെ കുറിച്ചായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ അതിലും വ്യത്യസ്തമായ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ 6ാം സ്റ്റോക്ക് മാർക്കറ്റ് A to Z സീരീസിലെ 6ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻട്രാഡേ എന്താണ്. ഇത് ഇൻട്രാഡേ ടോപ്പിക്കിലെ 1ാമത്തെ പാർട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇൻട്രാഡേ വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇൻട്രാഡേ എന്താണെന്ന് പഠിക്കാം. ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഓപ്പൺ ചെയ്ത് ഒരു ദിവസം തന്നെ ക്ലോസ് ചെയ്യുന്നതാണ് ഇൻട്രാഡേ എന്ന് പറയുന്നത്. ഒറ്റ ദിവസം ഇതിൻ്റെ ഇതുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആക്കി ക്ലോസ് വരെയാണ് ഇൻട്രാഡേയുടെ ടൈമിംഗ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് സെൽ ചെയ്യാൻ ബൈ ചെയ്യാനുള്ള ടൈമിംഗ്, അതാണ് ഇൻട്രാഡേയിലെ 1ാമത്തെ പ്രത്യേകത. സപ്പോസ് ഞാൻ 500-ന് ഷെയർ വാങ്ങി, അത് ഇന്ന് ഈവനിങ് ആയപ്പോൾ 550 അപ്പോൾ ഞാൻ ഇന്ന് തന്നെ ക്ലോസ് ചെയ്യുന്നു. അതിനാണ് ഇൻട്രാഡേ എന്ന് പറയുന്നത്. ഒറ്റ ദിവസം നമ്മൾ ഇൻട്രാഡേയിൽ സ്റ്റോക്ക് ക്ലോസ് ചെയ്യുക, ഓപ്പണോ ഒറ്റ ദിവസത്തിലാണ് നടക്കുന്നത്. ഇനി നമുക്ക് ഇൻട്രാഡേയും ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഡിഫറൻസസ് മനസ്സിലാക്കാൻ പോകുന്നു. സിമ്പിൾ കമ്പാരിസൺ ചെയ്ത് നോക്കാം ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റും ഇൻട്രാഡേ ട്രേഡിങ്ങിനെ കുറിച്ച്. ഇൻട്രാഡേയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഷോർട്ട് ടേം പ്രൈസ് ആക്ഷനാണ്. ഇൻട്രാഡേയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമുക്കിനി കമ്പാരിസണിലേക്ക് പോകാം. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മന്ത് ഓർ ഇയർലി നമ്മൾ ഹോൾഡ് ചെയ്യുന്നതാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ആണ്. പക്ഷേ ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ സെയിം ട്രേഡിംഗ് ഡേയിലായിരിക്കും നമ്മൾ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യും ക്ലോസ് ചെയ്യുന്നത്. ലോങ് ടേമിൽ തന്നെ ബിസിനസ് ഗ്രോത്തിനെ ബാധിച്ചിരിക്കും നമ്മുടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ്മെൻ്റൊക്കെ. ബട്ട് ഇൻട്രാഡേയിൽ ഷോർട്ട് ടേം പ്രൈസ് ആക്ഷൻ ഓർ പ്രൈസ് മൂവ്മെൻറ്റിനെ അപേക്ഷിച്ചായിരിക്കും നമ്മൾ ഇൻട്രാഡേയും. ലോങ് ടേം ഇൻവെസ്റ്റർ ആ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ മൈൻഡ് ആയിരിക്കും. ഇൻട്രാഡേ പറഞ്ഞാൽ ട്രേഡേഴ്സ് മൈൻഡ് സെറ്റ് ആയിരിക്കും, ഒരു ദിവസത്തെ ട്രേഡർ മൈൻഡ് സെറ്റ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ക്ലോസിങ്ങും എപ്പോഴാണെന്ന് വെച്ചാൽ ലോങ്ങർ ഹോൾഡിംഗ് പീരീഡ് ആയിരിക്കും ലോങ് ടേമിൽ. പിന്നെ ഇൻട്രാഡേൻ്റെ പൊസിഷൻ ക്ലോസ് ഒരു ദിവസത്തിനുള്ളിൽ നമ്മൾ ക്ലോസ്. ഉദാഹരണത്തിന് ഒരു ഇൻവെസ്റ്റർ ചോദിക്കും, ഈ കമ്പനി അടുത്ത 5-10 വർഷം എങ്ങനെ വളരും. ഒരു ഇൻട്രാഡേ ചോദിക്കുന്നത് ഇന്ന് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് എങ്ങോട്ട് മൂവ് സാധ്യത ഉണ്ട് എന്നാണ് ഒരു ഇൻട്രാഡേ ട്രേഡറിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റ്. കംപ്ലീറ്റ്ലി 2 ഡിഫറെൻറ്റ് അപ്രോച്ചസ് ആണ്. ഇൻട്രാഡേ ട്രേഡിംഗ് ഇൻവെസ്റ്റിങ്ങിൻ്റെ ഷോർട്ട് കട്ട് അല്ല, ഇത് ഡിഫറെൻറ്റ് സ്കിൽ സെറ്റാണ്. നമുക്ക് ഇൻട്രാഡേ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാവുന്നതാണ്. നമുക്ക് ഇൻട്രാഡേൻ്റെ വർക്കിങ്സ് നോക്കാം. ആക്ച്വൽ പ്രോസസ് നോക്കാം. നമ്മളൊരു ബ്രോക്കറേജ് ആപ്പ് തുറക്കുന്നു, ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നു, ഓർഡർ ടൈപ്പിൽ ഇൻട്രാഡേ പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുന്നു. ബ്രോക്കർ പ്ലാറ്റ്ഫോം അനുസരിച്ചിട്ട് ടെർമിനോളജി മാറും. ശേഷം നമ്മളൊരു ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു സെൽ ഓർഡർ പ്രൈസ് ചെയ്യുന്നു. ഓർഡർ എക്സിക്യൂട്ട് ആയാൽ പൊസിഷൻ ഓപ്പൺ ആവുന്നു. പ്രൈസ് നമ്മുടെ ഡയറക്ഷനിലേക്ക് പോയാൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയാൽ ലോസ് ഉണ്ടാവും. ആൻഡ് ബിഫോർ ദ ട്രേഡിംഗ് ഡേ ഹെൻസ് ദ പൊസിഷൻ നീഡ് ടു ബി ക്ലോസ്ഡ് അക്കോർഡിംഗ് ടു ദ ബ്രോക്കേഴ്സ് ഇൻട്രാഡേ റൂൾസ്. ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, പ്രൈസ് മൂവിന് നിങ്ങളുടെ ഫേവർ ആണെങ്കിൽ മാത്രം പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. നമുക്ക് ഇൻട്രാഡേ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു സിമ്പിൾ കാൽക്കുലേഷൻ നോക്കാം. നിങ്ങളൊരു സ്റ്റോക്ക് 100 രൂപയ്ക്ക് വാങ്ങി, ക്വാണ്ടിറ്റി 100 ഷെയറാണ് വാങ്ങി, ക്വാണ്ടിറ്റി പ്രൈസ് 105 ആയി. ഓരോ ഷെയറിലും 5 രൂപ പ്രോഫിറ്റ് ലഭിച്ചു. ഇപ്പോൾ 100 × 5 500 രൂപ നമുക്ക് പ്രോഫിറ്റായി. സോ ബിഫോർ അപ്ലൈ ചാർജസും ബ്രോക്കറേജിൻ്റെ കഴിഞ്ഞിട്ട് നമുക്ക്
ഒരു 450 രൂപയൊക്കെ പ്രോഫിറ്റ് കിട്ടും. ഇത് നമുക്ക് ലോസ് ആയാൽ തന്നെ 500 രൂപ നഷ്ടമാവും. എന്നാലും ബ്രോക്കറേജ് ഉണ്ടാവും. നഷ്ടമായാലും പ്രോഫിറ്റ് ആയാലും പ്രോഫിറ്റ് ഉണ്ടാവും. അതായത് അതുപോലെ തന്നെ പ്രോഫിറ്റ് ലോസും വളരെ ക്വിക്കായി സംഭവിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇൻട്രാഡേ തിരഞ്ഞെടുക്കുന്ന ചില പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ട്. ഫസ്റ്റ്, ഇത് കൂടുതൽ കാലത്തേക്ക് ഹോൾഡ് ചെയ്യേണ്ട. പിന്നെ സെയിം ഡേ ട്രേഡ് അങ്ങനെ ആയിരിക്കും, 10 ദിവസം ചെയ്യാനുള്ളൂ. പിന്നെ സെക്കൻഡ്, ഷോർട്ട് ടേം ഓപ്പർച്യൂണിറ്റി, അതായത് നമുക്ക് ഷോർട്ട് പൊസിഷൻ എടുത്താൽ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഒരു പ്രൈസ് മൂവ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ഓപ്പർച്യൂണിറ്റി നോക്കി. തേർഡ്, ക്യാപിറ്റൽ. മൂന്നാമതാണ് ക്യാപിറ്റൽ എഫിഷ്യൻസി. ബ്രോക്കേജ് ലെവറേജ് ഉണ്ടാവും. മാർജിൻ നൽകും. നമ്മുടെ ക്യാപിറ്റലിന് ഇത്ര ശതമാനം മാർജിൻ നമുക്ക് ഇരട്ടി തരുന്നതാണ്. പിന്നെ ലെവറേജ് ഒരു ഫ്രീ മണി കാണുന്നത്. ലെവറേജിൽ എപ്പോഴും ലോസ് ഉണ്ടായാൽ നമുക്ക് ലെവറേജിൽ നിന്നും കിട്ടില്ല. നമ്മുടെ ക്യാപിറ്റലിൽ നിന്നായിരിക്കും കുറയുക. പ്രോഫിറ്റ് ഉണ്ടായാൽ നമ്മളെ ക്യാപിറ്റൽ കൂടും. ലെവറേജ് ഒരു ഫ്രീ മണി ഫെസിലിറ്റിയായി നമ്മൾ ഒരിക്കലും കാണരുത്. ഇനി ബിഗിനേഴ്സിനുള്ള ഒരു അഡ്വൈസാണ്. ഇൻട്രാഡേയിൽ പറഞ്ഞാൽ ഈസി മണിയല്ല. പ്രൈസ് മൂവ്മെൻറ്റ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഒരു ചെറിയ മൂവ്മെൻറ്റ് പോലും വലിയ ലോസ് ഉണ്ടാക്കും. പ്രത്യേകിച്ച് പൊസിഷൻ സൈസ് അല്ലെങ്കിൽ ലെവറേജ് ഉപയോഗിച്ചാൽ. അതുകൊണ്ട് റിസ്ക് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് തന്നെ എത്ര ലോസ് വരെ അക്സെപ്റ്റ് ചെയ്യാം, എവിടെ എക്സിറ്റ് ചെയ്യും, എത്ര ക്യാപിറ്റൽ ഉപയോഗിക്കണം, അതൊക്കെ പ്ലാൻ ചെയ്യണം. ഫസ്റ്റ് യു നീഡ് ടു സർവൈവ്, ദെൻ തിങ്ക് അബൌട്ട് പ്രോഫിറ്റ്. ഇത് നിൻ്റെ ഫസ്റ്റ് ഗോൾ പ്രോഫിറ്റ് മാക്സ് ചെയ്യുന്നതല്ല, ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. ഇൻട്രാഡേ എല്ലാവർക്കും സ്യൂട്ടബിൾ ആണോ? അല്ല, നോട്ട് നെസസറിലി. മാർക്കറ്റിനെ കുറിച്ച് ബേസിക് നോളജ് ഇല്ലാത്ത ഒരാൾ നേരിട്ട് വലിയ എമൗണ്ട് ഉപയോഗിച്ച് ഇൻട്രാഡേ തുടങ്ങുന്നത് റിസ്ക്കാണ്. ആദ്യം മാർക്കറ്റ് ബേസിക്സ് പഠിക്കുക, ചാർട്ട് മനസ്സിലാക്കുക, ഓർഡർ പഠിക്കുക, റിസ്ക് മാനേജ്മെൻറ്റ് പഠിക്കുക. പേപ്പർ ട്രേഡിംഗ് അല്ലെങ്കിൽ സിമുലേറ്റർ പോലുള്ള ലോ റിസ്ക് പ്രാക്ടീസ് ഓപ്ഷൻ ഉപയോഗിച്ച് പ്രോസസ് മനസ്സിലാക്കാം. പിന്നെ മാത്രമേ റിയൽ മണി ഉപയോഗിക്കാമെന്ന് ചിന്തിക്കാവൂ. ഇന്നത്തെ എപ്പിസോഡ് നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നത് ബ്രോഡ്ലി സെയിം ട്രേഡിംഗ് പൊസിഷൻ തന്നെ ഓപ്ഷൻ ക്ലോസ് ചെയ്യുന്നതാണ്. ലോങ് ടൈം ഇൻവെസ്റ്റ് നമ്മൾ ബിസിനസ് ഗ്രോത്തിന് ഫോക്കസ് ചെയ്യുന്നതാണ്. ഇൻട്രാഡേ ഷോർട്ട് ടേം പ്രൈസ് മൂവ്മെൻ്റ് ആണ് പ്രധാന ഫോക്കസ്. ഇൻട്രാഡേയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം, പക്ഷേ ലോസും ഈക്വലി പോസിബിളാണ്. റിസ്ക് കൂടുതലായേക്കാം. അതുകൊണ്ട് ഡോണ്ട് എൻ്റർ the market just because your intraday can be profitable. Learn, then practice, then understand risk. അടുത്ത എപ്പിസോഡിൽ ഇൻട്രാഡേയുടെ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് നോക്കാം. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കൂടുതൽ അഡ്വൈസ് കമൻറ്റിൽ രേഖപ്പെടുത്തുക. എന്നാൽ എനിക്ക് വീഡിയോ മെച്ചപ്പെടുത്താവുന്നതാണ്.